ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഷവർമയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലെ മസാലയിൽ തന്നെ നമ്മുടെ ഫ്രൈ പാനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മസാലയാണ്. നമ്മുടെ ഷോപ്പിൽ കിട്ടുന്നതിലും ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോയി നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ 1 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് മസാല ഇടുന്നതിന് മുന്നായിട്ട് നല്ല കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മളൊരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കൊടുത്തിട്ട് ഇതിന് നല്ല രീതിയിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് നമുക്ക് ഒരുപാട് കട്ടിയോടെ വേണ്ട, നമുക്കിത് മസാല ഇടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിലൊന്ന് വരഞ്ഞും കൂടെ കൊടുക്കണം കേട്ടോ. എന്നാലും നമ്മുടെ മസാല ഇതിൽ നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടിപൊളി മസാല നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നു. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നമുക്ക് ടേസ്റ്റി ആയിരിക്കും നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുമ്പോൾ. ഇനി നമുക്ക് ചിക്കനിലേക്ക് ചേർക്കേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില, പിന്നെ കുറച്ച് പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളൊരു ഗ്രീൻ മസാലയാക്കി അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് 6 ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതിനൊപ്പം നേരത്തെ നമ്മളൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും വിട്ടുപോരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഷവർമ എന്ന് പറയുന്നത് നമ്മുടെ ജംഷൂസിലെ സ്പെഷ്യൽ മസാലയിലുള്ള ഷവർമയാണ് കേട്ടോ. ഇതിൽ ഓപ്ഷണൽ ആയിട്ട് വരുന്നതൊക്കെ ഞാൻ പറയാം. ഇതിൽ നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/4 ടീസ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്, കസൂരി മേത്തി. ഇതിലിപ്പോ നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള കസൂരി മേത്തി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക. അതുപോലെ തന്നെ ചിക്കൻ മസാല, മീറ്റ് മസാല, ബിരിയാണി മസാല, ഗരം മസാല, ഈ 4 ടൈപ്പ് മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഉള്ള മസാല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ മസാല ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്ത് വിടരുത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇതും കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല, നേരത്തെ പറഞ്ഞതുപോലെ. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം വിനെഗറും കൂടി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു മിക്സ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല റെഡി ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും ടേസ്റ്റി ആയിട്ടായിരിക്കും. നിങ്ങൾ ഇതൊന്ന് റെഡിയാക്കി എടുത്ത് നോക്കുക. നമ്മൾ ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗ്രീൻ മസാലയാണ്, അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കളർ കാണുമ്പോൾ മുളക് പൊടിയുള്ള മസാലകൾ കൂടുതലും ഷോപ്പുകളിൽ നിന്നൊക്കെ കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ വേറൊരു ടേസ്റ്റും ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു മസാലയ്ക്ക്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മളിതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമുക്കൊരു 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. 3 മണിക്കൂറിന് ശേഷം നമുക്ക് 2 പാൻ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളതനുസരിച്ച് പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് 2 വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല റെഡി ആയി നല്ല പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത്, കോക്കനട്ട് ഓയിലല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതൊന്ന് റെഡിയാക്കി കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചിക്കനിൽ ഇത്രയും മസാല വേണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. ഇത്രയും മസാല നന്നായിട്ട് പിടിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും മസാല നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് എണ്ണ ആവശ്യമില്ല. ഇതിന് ആദ്യം ഒഴിച്ചത് ഒരുപാട് ആയതുകൊണ്ടാണ് 2 പാനിലേക്ക് മാറ്റി കൊടുത്തത്. അപ്പൊ ഇതിലിട്ട് നമുക്കൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചിക്കൻ ഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് 2 പാൻ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഒന്നേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിത് സെറ്റാക്കി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമുണ്ട്. അതായത് നമ്മളിതൊന്ന് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് സെറ്റാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഷവർമ. ഒരു തവണ നമ്മൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കും. കാരണം നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന സമയത്ത് പലപ്പോഴും പല ഷോപ്പുകളിലും മസാല നമുക്ക് അങ്ങോട്ട് പിടിക്കാറില്ല. പിന്നെ ചിലയിടത്ത് നിന്ന് പറഞ്ഞാൽ നല്ലൊരു മസാലയുടെ പച്ച കുത്തുണ്ടാവും, ചിലയിടത്ത് മസാല കൂടുതലായിരിക്കും. പക്ഷെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് പറയാം.
നോൺ സ്റ്റിക് പാനൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അടുക്കി പിടിക്കാതെ കിട്ടും. അല്ലാത്താണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ മസാല അടുക്കി പിടിച്ച് കരിയാൻ നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാവുമ്പോഴത്തേനും ഈ രണ്ട് സൈഡും ഈ ഒരു കളറിലാവുമ്പോഴത്തേനും നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഈ കളർ ചേഞ്ച് ആയിട്ടുള്ള മസാല ഒന്നും തന്നെ നമുക്ക് കളയണ്ട. ഇതെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അത് ഫുള്ള് നമ്മൾ ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും മൊത്തത്തിൽ അങ്ങ് മിക്സ് ആയിക്കോളും. ഇനി നമുക്ക് ഇതിന് വേണ്ട മയോണൈസ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ മയോണൈസും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ മയോണൈസ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക. അപ്പൊ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നല്ല തിക്കായിട്ട് അത് വരുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് അതൊരു കട്ടിംഗ് ബോർഡിലോട്ട് വെച്ച് നമുക്കിതിനെ ചെറിയ പീസസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഇത് വലിയ പരിപാടിയുള്ള കാര്യമൊന്നുമല്ല. ഒരു കത്തിയും ഒരു തവിയോ എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് പിടിച്ചതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഈ ടയറിന് മുകളിൽ ഇത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ തെന്നി പോകുന്നതാണ്. നമ്മുടെ അടിയിൽ ഒരു തുണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെന്നാൻ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ചിക്കൻ്റെ ചിലർക്ക് വലിയ പീസായിരിക്കും ഇഷ്ടം, അപ്പൊ അതനുസരിച്ച് കട്ട് ചെയ്യുക. നമ്മൾ ചെറിയതായിട്ട് മതി എന്നുള്ളവർക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മയോണൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ക്യാബേജ് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിൽ എടുക്കാം കേട്ടോ. ഇതിപ്പം ഇന്ന അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്ത അതേ പാനിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ, അതുപോലെ തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള കുറച്ച് മയോണൈസ്, അതുപോലെ നമ്മളുടെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇതാക്കിയെടുക്കണം. ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി സെറ്റായി വരണം. കാരണം നമ്മൾ ഷോപ്പുകളിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഷവർമ മെഷീന്റെ പ്ലേറ്റിന്റെ മുകളിൽ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് എല്ലാം കൂടെ ചൂടായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ കുബൂസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഷോപ്പിൽ നിന്നാണ് കുബൂസ് വാങ്ങിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇതിന് ചൂടില്ല. അപ്പൊ നമ്മളിപ്പോൾ ഓവനിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മൈക്രോവേവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാനിൽ വെച്ച് ജസ്റ്റ് ഒരു 2-3 ഒരു അത്രയും ഒന്നും വേണ്ട, 2-3-4 സെക്കൻഡ്. ഇപ്പൊ നമ്മൾ 30 സെക്കൻഡാണ് ഓവനിൽ വെച്ച് കൊടുത്തത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കുബൂസ് ചൂടായി കിട്ടും. അപ്പൊ ഇനി നമുക്ക് വേണ്ട ഇതുപോലെ നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചതിന് മുകളിലേക്ക് നമ്മുടെ കുബൂസും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മയോണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ മിക്സ് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാബേജ് ഒക്കെ കുറച്ച് മതി എന്നുള്ളവർക്ക് അതനുസരിച്ച് ചെയ്തെടുക്കാം. പിന്നെ അതിന് മുകളിൽ കുറച്ചും കൂടെ മയോണൈസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ല രീതിയിൽ മയോണൈസ് ഒക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഷവർമ അടിപൊളി ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ദാണ്ടെ ആ ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് തന്നെ ഇതൊന്ന് റോൾ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ചിക്കൻ ക്വാണ്ടിറ്റി വലിയ ഷവർമയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം. ഇനി പ്ലേറ്റ് ഷവർമയാക്കി എടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ മൊത്തം ഷവർമയും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വേണ്ട. ഇനി നമ്മൾ ഷവർമ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ചിക്കൻ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മസാലകളൊക്കെ വെച്ച് തന്നെ നമ്മുടെ പാനിൽ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.